നമസ്കാരം. വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. BLO അനീഷ് ജോർജിന്റെ ആത്മഹത്യയ്ക്ക് കാരണം CPMന്റെ ഭീഷണിയാണെന്ന് BJP കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് KK വിനോദ് കുമാർ. പ്രദേശത്ത് താമസമില്ലാത്തവരെ ഉൾപ്പെടുത്തി ഫോം പൂരിപ്പിച്ചു നൽകാൻ അനീഷിന് ഭീഷണിയുണ്ടായിരുന്നെന്നും BJP. തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിലെ 15 ഡിവിഷനുകളിലേക്ക് മത്സരിക്കുന്ന LDF സ്ഥാനാർത്ഥികൾ പത്രിക നൽകിയത് ജില്ലാ രജിസ്ട്രാർ മുമ്പാകെ. ലോഗൻസ് റോഡിന് പിറകെ അനുബന്ധ റോഡായ AVK നായർ റോഡും ഉയർത്തിപ്പണിയുന്നു. പ്രവൃത്തി ഘട്ടം ഘട്ടമായി. പാനൂർ നഗരസഭയിൽ മുസ്ലിം ലീഗ് 23 സീറ്റുകളിൽ മത്സരിക്കും. 2 സീറ്റ് സ്വതന്ത്രർക്ക്. വാർത്തകൾ വിശദമായി. കണ്ണൂർ പയ്യന്നൂരിലെ BLO അനീഷ് ജോർജിന്റെ ആത്മഹത്യയ്ക്ക് കാരണം CPIMന്റെ ഭീഷണിയാണെന്ന് BJP കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് KK വിനോദ് കുമാർ. CPIM നിയന്ത്രണത്തിലുള്ള പ്രദേശമാണ് ഏറ്റുകടുക്ക. അനീഷ് ജോർജ് വിതരണം ചെയ്യാൻ 240 ഫോറം ബാക്കിയുണ്ടെന്ന് ജില്ലാ കലക്ടർ പറയുന്നുണ്ട്. എന്നാൽ ഇതിൽ 160 പേർ പ്രദേശത്ത് താമസമില്ലാത്തവരാണെന്നും ഈ ഫോറം പൂരിപ്പിച്ചു നൽകാൻ അനീഷിന് ഭീഷണിയുണ്ടായിരുന്നതായും വിനോദ് കുമാർ കണ്ണൂരിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. രാഷ്ട്രീയക്കാരുടെ സമ്മർദ്ദമാണ് എന്ന കുടുംബാംഗങ്ങളുടെ മൊഴി പുറത്തു വന്നിരിക്കുകയാണ്. ഏറ്റുകൊടുക്ക എന്ന് പറയുന്ന പ്രദേശം CPM അവർ മാത്രം നിയന്ത്രിക്കുന്നൊരു പ്രദേശമാണ്. മറ്റുള്ള രാഷ്ട്രീയക്കാർക്ക് ആർക്കും പ്രവർത്തന സ്വാതന്ത്ര്യം പോലും ഇല്ലാതൊരു പ്രദേശമാണ് കാങ്കോൽ ആലപ്പുഴ പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ. ആ പഞ്ചായത്ത് ഉണ്ടായ കാലം മുതൽ ഇന്ന് വരെ CPM അല്ലാതെ മറ്റൊരു പഞ്ചായത്ത് മെമ്പർമാരും ആ പഞ്ചായത്തിലില്ല. പല തെരഞ്ഞെടുപ്പുകളിലും എതിർ സ്ഥാനാർത്ഥികളെ പ്രവർത്തിക്കാനോ നോമിനേഷൻ കൊടുക്കാൻ പോലും അനുവദിക്കാറില്ല. CPM നിയന്ത്രണത്തിലുള്ള പ്രദേശമാണ് ഏറ്റുകടുക്ക. അനീഷ് ജോർജ് വിതരണം ചെയ്യാൻ 240 ഫോറം ബാക്കിയുണ്ടെന്ന് ജില്ലാ കളക്ടർ പറയുന്നുണ്ട്. എന്നാൽ ഇതിൽ 160 പേർ പ്രദേശത്ത് താമസമില്ലാത്തവരാണെന്നും അനീഷിന് ഭീഷണിയുണ്ടായി എന്നും വിനോദ് കുമാർ പറഞ്ഞു. ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ നൽകിയ പ്രസ് റിലീസിൽ 240ഓളം ഫോമുകൾ വിതരണം ചെയ്യാനുണ്ട് എന്നുള്ളത് നാം അറിഞ്ഞിട്ടുണ്ട്. എന്താണ് ഈ 240 ഫോറത്തിൽ ബാക്കിയുണ്ടായിരുന്നത്? ഇതിൽ 160ഓളം പേരുകൾ അവിടെ താമസമില്ലാത്ത ആളുകളുടെ പേരുകളായിരുന്നു. കാങ്കോൽ ആലപ്പുഴ പഞ്ചായത്തിൽ താമസം മാറി മറ്റെവിടെയൊക്കെയോ പോയിട്ടുള്ള ആളുകൾ. ആ ആളുകളെ SIR ഫോം ഞങ്ങൾക്ക് തന്നോ, ഞങ്ങളത് പൂരിപ്പിച്ച് നിങ്ങൾക്ക് തരാം എന്ന ഭീഷണിയായിരുന്നു CPMന്റെ പ്രാദേശിക നേതാക്കന്മാർ BLOക്ക് നേരെ പലപ്പോഴും ഉയർത്തിയിട്ടുള്ളത്. ജില്ലയിലെ BLOമാർക്ക് CPIMന്റെയും കോൺഗ്രസിന്റെയും കടുത്ത ഭീഷണി നിലനിൽക്കുന്നുണ്ടെന്നും ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടിയന്തരമായി ഇടപെടണമെന്നും KK വിനോദ് കുമാർ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിലെ 15 ഡിവിഷനുകളിലേക്ക് മത്സരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചു. തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡിൽ നിന്നും 100 കണക്കിന് പ്രവർത്തകരുടെ അകമ്പടിയോടെ പ്രകടനമായി എത്തിയാണ് സ്ഥാനാർത്ഥികൾ ജില്ലാ രജിസ്ട്രാർ മുമ്പാകെ പത്രിക സമർപ്പിച്ചത്. തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിലെ 15 ഡിവിഷനുകളിലേക്ക് മത്സരിക്കുന്ന LDF സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചു. തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡിൽ നിന്നും 100 കണക്കിന് പ്രവർത്തകരുടെ അകമ്പടിയോടെ പ്രകടനമായി എത്തിയാണ് സ്ഥാനാർത്ഥികൾ ജില്ലാ രജിസ്ട്രാർ മുമ്പാകെ പത്രിക സമർപ്പിച്ചത്. LDF നേതാക്കളായ കാരായി രാജൻ, MC പവിത്രൻ, CK രമേശൻ, CP ഷൈജൻ, KK ജയപ്രകാശ്, V ലീല, കല്ലാട്ട് ചന്ദ്രൻ, K ശോഭ, A രമേശ് ബാബു എന്നിവർ പത്രികാ സമർപ്പണ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂമാഹി, എരഞ്ഞോളി, ധർമ്മടം, മുഴപ്പിലങ്ങാട്, പിണറായി, വേങ്ങാട്, അഞ്ചരക്കണ്ടി പഞ്ചായത്തുകളിലായാണ് 15 ഡിവിഷനുകൾ വരുന്നത്. കഴിഞ്ഞ തവണ മുഴുവൻ ഡിവിഷനുകളിലും LDF വിജയിച്ചിരുന്നു. ലോഗൻസ് റോഡിന് പിറകെ അനുബന്ധ റോഡായ AVK നായർ റോഡും ഘട്ടം ഘട്ടമായി കോൺക്രീറ്റിൽ ഉയർത്തിപ്പണിയുന്നു. മണവാട്ടി ജംഗ്ഷൻ മുതൽ ലുലു ഗോൾഡ് വരെയുള്ള ഭാഗമാണ് ആദ്യഘട്ടത്തിൽ ഒരുങ്ങുന്നത്. മണവാട്ടി ജംഗ്ഷൻ മുതൽ ലുലു ഗോൾഡ് വരെയുള്ള ഭാഗമാണ് ആദ്യഘട്ടത്തിൽ ഉയർത്തിപ്പണിയുന്നത്. ഇത്രയും ദൂരത്തിൻ്റെ ഒരു ഭാഗം
ഇതിനകം കോൺക്രീറ്റ് നടത്തിക്കഴിഞ്ഞു. മറുഭാഗം പ്രവൃത്തിയും ആരംഭിച്ചു. ദിവസങ്ങൾക്കകം പ്രവൃത്തി അവസാനിക്കും. നിർമ്മാണ പ്രവൃത്തികൾ സുഗമമായി നടത്താൻ ഈ വഴിയുള്ള ഗതാഗതം ഭാഗികമായി നിയന്ത്രിച്ച് സൗകര്യമൊരുക്കിയിട്ടുണ്ട്. 6.4 കോടി രൂപ വിനിയോഗിച്ചാണ് 2 റോഡുകളും നവീകരിച്ചിരിക്കുന്നത്. ലോഗൻസ് റോഡിൻ്റെ മാതൃകയിൽ AVK നായർ റോഡിനും ഇരുവശങ്ങളിലും നടപ്പാതയുണ്ടാകും. ഓവുചാലും പുതുക്കിപ്പണിയും. റോഡ് ഉയർന്ന് മതിയായ ഡ്രെയിനേജ് സൗകര്യവും ഏർപ്പെടുത്തുന്നതോടെ ഈ ഭാഗത്ത് മഴക്കാലത്തുണ്ടാകുന്ന പതിവ് പ്രയാസങ്ങൾക്ക് പരിഹാരമാകും. ഊരാളുങ്കൽ സൊസൈറ്റിയാണ് പ്രവൃത്തി നടത്തുന്നത്. കുന്നോത്തുപറമ്പ് പഞ്ചായത്ത് UDF തിരഞ്ഞെടുപ്പ് കൺവെൻഷനും ബഹുജന റാലിയും സംഘടിപ്പിച്ചു. താഴെ കുന്നോത്തുപറമ്പിൽ നിന്ന് ആരംഭിച്ച ബഹുജന റാലി പാറാട് ടൗണിൽ സമാപിച്ചു. തുടർന്ന് നടന്ന തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഷാഫി പറമ്പിൽ MP ഉദ്ഘാടനം ചെയ്തു. കുന്നോത്തുപറമ്പ് പഞ്ചായത്ത് UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷനും ബഹുജന റാലിയും സംഘടിപ്പിച്ചു. താഴെ കുന്നോത്തുപറമ്പിൽ നിന്നും ആരംഭിച്ച ബഹുജന റാലി പാറാട് ടൗണിൽ സമാപിച്ചു. തുടർന്ന് നടന്ന കൺവെൻഷൻ ഷാഫി പറമ്പിൽ MP ഉദ്ഘാടനം ചെയ്തു. കൊണ്ടുപോകുന്നത് സ്വർണം പൂശിയതാണെന്ന് അറിഞ്ഞിട്ടും സ്വർണമാണെന്ന് അറിഞ്ഞിട്ടും ചെമ്പാണെന്ന് എഴുതുമ്പോ ഒരാള് പോലും അതിന് തിരുത്തുന്നില്ല. അങ്ങനെ തിരുത്താത്തവരാണ് ദേവസ്വം ബോർഡിൽ ഉള്ളതെന്ന് പറയുമ്പോ ഈ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റും അതിൽ തിരുത്താൻ തയ്യാറാവുന്നില്ല, ഉരുണ്ട് കളിക്കുകയാണ്. അതാണ് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ചെയ്യുന്നത് എന്നറിഞ്ഞിട്ടും ദേവസ്വത്തിന്റെ മന്ത്രി അത് മൂടിവെക്കുക. അതാണ് ദേവസ്വത്തിന്റെ മന്ത്രി ചെയ്യുന്നത് എന്നറിഞ്ഞിട്ടും കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ മൗനം പാലിക്കുകയാണ്. അയ്യപ്പന്റെ പൊന്നുകട്ടപ്പം മൗനം പാലിച്ചവരും കട്ടതിന് കൂട്ടുനിന്നവരുമായിട്ടുള്ള ആളുകൾക്ക് ഇനി ഈ നാട്ടിലെ ജനത വോട്ട് ചെയ്യണോ എന്ന് ആലോചിക്കട്ടെ. അങ്ങനെ ഒരു ആലോചന അവർക്ക് വന്നാൽ അവരുടെ തീരുമാനം ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിരിക്കുമെന്ന കാര്യത്തിന് ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. അഴിമതികൾ കുറെ കേട്ടതാണ്. പക്ഷെ ഇതുപോലെ ശബരിമലയിൽ അയ്യപ്പന്റെ സ്വർണത്തെ അതിനെ കക്കാൻ കൂട്ടുനിൽക്കുന്ന ഒരു ഭരണകൂടം കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമാണ്. അവരുടെ പ്രവർത്തകർക്ക് ന്യായീകരിക്കാൻ കഴിയൂ. നമ്മുടെ ഗവൺമെന്റിന്റെ കാലത്താണോ? അല്ല. ദേവസ്വം ബോർഡിനെ നിയമിച്ചത് നമ്മളാണോ? അല്ല. ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് CPM-കാരനാണോ? അതെ. അവരുടെ പദവിയിലിരിക്കുന്ന ആളായിരുന്നോ? അതെ. അവിടെ സംരക്ഷിച്ച മന്ത്രി CPM ആണോ? അതെ. 2 ഗവൺമെന്റും അവരുടെ തന്നെയാണ്. നിങ്ങൾക്കറിയാം, ഇങ്ങനെ ഒരു തട്ടിപ്പ് അവിടെ നടക്കുന്നുവെന്ന് മഹസറിലും രേഖകളിലും കോടതിയും കേസും ഒക്കെ ഉണ്ടായിട്ടും ഈ 2025 അതേ പോറ്റിക്ക് വീണ്ടും ഈ അയ്യപ്പന്റെ സ്വത്ത് സ്വർണം പൂസാൻ എന്ന പേരിൽ കൊടുക്കാൻ മടി കാണിക്കാത്ത ആളുകൾ ഇതിന്റെ പങ്കുപറ്റിയ ആളുകളാണ്. പഞ്ചായത്ത് UDF ചെയർമാൻ PP ഹമീദ് അധ്യക്ഷനായി. കൺവീനർ C പുരുഷ മാസ്റ്റർ, അശോകൻ ചിറ്റിക്കര, വിജീഷ് ചണ്ടയാട്, CK നജാഫ്, KP രാമചന്ദ്രൻ മാസ്റ്റർ, ഭാസ്കരൻ മാസ്റ്റർ, KP സാജു, TP മുസ്തഫ, CK മുഹമ്മദ് അലി, കൊമ്പൻ മഹമ്മൂദ്, TM നാസർ, നസീർ പുത്തൂർ എന്നിവർ സംസാരിച്ചു. സ്ഥാനാർത്ഥി ശ്രീമതി ബിന്ദു KC, സജീദ് മാസ്റ്റർ. കൂത്തുപറമ്പ് നഗരസഭയിലേക്കുള്ള LDF സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചു. വരണാധികാരി കൂടിയായ കൂത്തുപറമ്പ് സഹകരണ അസിസ്റ്റന്റ് രജിസ്ട്രാർ ജനറൽ അജീഷ് K കിഴക്കയിൽ മുമ്പാകെയാണ് പത്രിക സമർപ്പിച്ചത്. പാട്യം സ്മാരകത്തിൽ നിന്നും സ്ഥാനാർത്ഥികളെ ആനയിച്ച് പ്രകടനമായാണ് പത്രിക സമർപ്പിക്കാനെത്തിയത്. ആദ്യം 1-ാം വാർഡ് വാക്കുമൽ സ്ഥാനാർത്ഥി AP ശ്യാംജിത്ത് പത്രിക നൽകി. 29 വാർഡുകളിലെയും സ്ഥാനാർത്ഥികൾ തുടർന്ന് പത്രിക സമർപ്പിച്ചു. CPM 24 വാർഡിലും CPI 3 വാർഡിലും RJD INL സ്വതന്ത്രൻ എന്നിവർ ഓരോ വാർഡിലുമാണ് മത്സരിക്കുന്നത്. LDF നേതാക്കളായ P ജയരാജൻ, വത്സൻ പനോളി, K ധനഞ്ജയൻ, M സുകുമാരൻ, KV രജീഷ്, K കുഞ്ഞനന്ദൻ, PM മധുസൂദനൻ, VK പവിത്രൻ, KK ഷമീർ, K ബാബുരാജ്, T ഗിരിജ, KPV പ്രീത, അഷ്റഫ് ചെമ്പിലാലി, K നീനാബായ്, സിദ്ദിഖ് മൊട്ടമൽ തുടങ്ങിയവർ സന്നിഹിതരായി. നിലവിലെ കൗൺസിൽ നിന്നും
7 പേർ മത്സരരംഗത്തുണ്ട്. പാനൂർ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന LDF സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചു. BDO TD തോമസ് മുമ്പാകെയാണ് പത്രിക നൽകിയത്. 2010 പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് നിലവിൽ വന്നത്. ചൊക്ലി, പന്നിന്നൂർ, മൊകേരി, കതിരൂർ, പാനൂർ, പെരിങ്ങളം, കരിയാട് എന്നീ പഞ്ചായത്തുകൾ ഉൾപ്പെടുന്നതായിരുന്നു ബ്ലോക്ക്. 2015 പാനൂർ നഗരസഭ നിലവിൽ വന്നതോടെ പാനൂർ, പെരിങ്ങളം, കരിയാട് പഞ്ചായത്തുകൾ നഗരസഭയാവുകയും ഇടതുപക്ഷത്തിന് സർവാധിപത്യമുള്ള ചൊക്ലി, പന്നിന്നൂർ, മൊകേരി, കതിരൂർ പഞ്ചായത്തുകൾ ബ്ലോക്കിന്റെ ഭാഗമാവുകയും ചെയ്തു. 14 ഡിവിഷനുകളിൽ 13 CPIM, 1 CPIയുമാണ്. കതിരൂർ N സുധീഷ്, പൊന്നം VV കരുണൻ, വള്ളിയായി P സാബിറ, പാറേമ്മൽ KK പ്രസനി, കുരാറ N പ്രസീത, പന്നിന്നൂർ KK രാജീവൻ, മേനപ്രം V ഉദയൻ, കാഞ്ഞിരത്തിൻ കീഴിൽ A ഉഷ, ചൊക്ലി PV മിഫ്താഹ്, നെടുമ്പ്രം PK മോഹനൻ, ചമ്പാട് KM രാജേഷ്, കുണ്ടുച്ചിറ ഫൈസാന റഷീദ്, പുല്യോട് A സംഗീത, അരയാക്കുൽ P സതി എന്നിവരാണ് BDO TD തോമസ് മുമ്പാകെ പത്രിക സമർപ്പിച്ചത്. താഴേച്ചമ്പാട് പാർട്ടി ഓഫീസിൽ നിന്നും നേതാക്കളും പ്രവർത്തകർക്കുമൊപ്പം പ്രകടനമായാണ് സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിക്കാനെത്തിയത്. നേതാക്കളായ P ഹരീന്ദ്രൻ, K കുഞ്ഞബ്ദുള്ള, C വത്സൻ, KP ശശിധരൻ, പൊന്നം ചന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി. പെരിങ്ങത്തൂരിൽ മുസ്ലിം ലീഗ് പ്രവർത്തകൻ BJPയിൽ ചേർന്നു. ജില്ലാ പ്രസിഡന്റ് ബിജു എളക്കുഴി സ്വീകരിച്ചു. BJP ജില്ലാ പ്രസിഡന്റ് ബിജു എളക്കുഴി ഉമർ ഫാറൂഖിനെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചു. സംസ്ഥാന മുഖ്യ വക്താവ് TP ജയചന്ദ്രൻ മാസ്റ്റർ, മുൻ ജില്ലാ പ്രസിഡന്റ് N ഹരിദാസ്, തലശ്ശേരി മണ്ഡലം പ്രസിഡന്റ് K ലിജേഷ്, ജില്ലാ ട്രഷറർ അനിൽകുമാർ, മേഖലാ സെക്രട്ടറി ധനഞ്ജയൻ, മണ്ഡലം ജനറൽ സെക്രട്ടറി AP നിഷാന്ത് തുടങ്ങിയവർ സന്നിഹിതരായി. 30 വർഷക്കാലം 40 വർഷക്കാലം മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ മുസ്ലിം ലീഗിന്റെ പ്രസ്ഥാനത്തിന്റെ കൂടെ നിന്ന എൻ്റെ ബാപ്പ, ഞാനും മുസ്ലിം ലീഗിൽ ബാപ്പ എന്താണോ അതിൽ നിന്നും വന്ന ഒരു ഇതായിരുന്നു. പക്ഷേ നമുക്കിപ്പോൾ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രാദേശിക തലത്തിലുള്ള ഒരു പാർട്ടി എന്നല്ലാതെ ദേശീയ തലത്തിലേക്കോ അല്ലെങ്കിൽ നമുക്ക് ന്യൂനപക്ഷങ്ങൾക്ക് ഒരു എന്താ പറയുക സംരക്ഷണം എന്നുള്ള നിലക്കും നമുക്കിപ്പോൾ ഈ BJP എന്നുള്ളത് മുസ്ലിങ്ങൾ കൂടുതൽ കടന്നു വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഓക്കെ, കൂടുതൽ മുസ്ലിങ്ങൾ കടന്നു വരികയും അതുപോലെ തന്നെ നമ്മുടെ ഈ ചില ആറ്റിറ്റ്യൂഡുകൾ BJPയുടെ പ്രാദേശിക നേതാക്കളുടെ ആറ്റിറ്റ്യൂഡ് കുറച്ചുകൊണ്ട് എല്ലാവരും സൗഹൃദമായി നിന്നുകൊണ്ട് നമുക്ക് ഐക്യത്തോട് നിന്നുകൊണ്ട് കഴിഞ്ഞാൽ BJP എന്ന പ്രസ്ഥാനത്തെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ളത് 100% ഉറപ്പാണ്. അത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. ഓക്കെ, അത് ഈ പാർട്ടിയുടെ കൂടെ മരണം വരെ കൂടെ ഉണ്ടാകുന്നത് ഉറപ്പാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തതയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. സ്പോർട്സ് കരാത്തെ ജോ അക്കാദമി ഓഫ് ഇന്ത്യ. പുതുതലമുറയിൽ ആരോഗ്യമാണ് സമ്പത്ത് എന്ന ബോധം വളർത്തിയെടുക്കാം ആയോധന കലയായ കരാത്തയിലൂടെ. സ്പോർട്സ് കരാത്തെ ജോ അക്കാദമി ഓഫ് ഇന്ത്യ മഹത്തായ 38ാം വർഷത്തിലേക്ക്. ഞങ്ങളുടെ ബ്രാഞ്ചുകൾ കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, വയനാട്, തിരുവനന്തപുരം, പത്തനംതിട്ട, എറണാകുളം, കോട്ടയം, ഇടുക്കി, തൃശൂർ, മാഹി. വിദേശ രാജ്യങ്ങളായ ഖത്തർ ആൻഡ് UAE. ഇന്റർനാഷണൽ ഒളിമ്പിക് അംഗീകാരമുള്ള വേൾഡ് കരാത്തെ ഫെഡറേഷൻ അംഗീകൃത കോച്ചും ജപ്പാന്റെ 7th ഡാൻ ബ്ലാക്ക് ബെൽറ്റും കരസ്ഥമാക്കിയ സെൻസായി വിനോദ് കുമാറിന്റെ ശിക്ഷണത്തിൽ ക്ലാസുകൾ നടന്നുവരുന്നു. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെന്റ്സ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്,
AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്ക് ഇരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം. ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ്ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 0490222803 9497360333. വാർത്തകൾ തുടരുന്നു. പാനൂർ നഗരസഭയിൽ 23 സീറ്റിൽ മുസ്ലിം ലീഗ് മത്സരിക്കും. 2 സീറ്റിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികളായിരിക്കുമെന്ന് മുസ്ലിം ലീഗ് നേതാക്കൾ പാനൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പാനൂർ നഗരസഭയിൽ മുസ്ലിം ലീഗ് 2 സീറ്റിലെ സ്വതന്ത്രരടക്കം 23 സീറ്റിൽ മത്സരിക്കും. കഴിഞ്ഞ 5 വർഷം മികച്ച ഭരണം നടത്താൻ മുന്നണിക്ക് സാധ്യമായതായി നേതാക്കൾ പറഞ്ഞു. 41 വാർഡുകളുള്ള പാനൂർ നഗരസഭയിൽ 23 വാർഡിലാണ് മുസ്ലിം ലീഗ് പാർട്ടി മത്സരിക്കുന്നത്. വാർഡ് 1 പാനൂർ ടൗൺ, ഷമീന സുബൈർ PK. വാർഡ് 2 പോലീസ് സ്റ്റേഷൻ, ആബിദ അഷ്റഫ് മാണിക്കൊത്ത്. വാർഡ് 3 കൂറ്റേരി, ജസീൽ മലയൻ്റെ വിട. വാർഡ് 4 വെസ്റ്റ് എലാങ്കോട്, നാനാറത്ത് മുഹമ്മദ് അലി. വാർഡ് 9 സെൻട്രൽ എലാങ്കോട്, അൻസി മീത്തൽ. വാർഡ് 14 കൊച്ചിയങ്ങാടി, KPS അബ്ദുള്ള. വാർഡ് 15 പുല്ലൂക്കര സെൻറ്റർ, മൊഹസിൻ പാറാൽ. വാർഡ് 16 പുല്ലൂക്കര, NP മുനീർ. വാർഡ് 17 ചെറുപുല്ലൂക്കര, ഉമൈസ തിരുവമ്പാടി. വാർഡ് 18 പെരിങ്ങത്തൂർ, നൌഷത്ത് കൂടത്തിൽ. വാർഡ് 19 തോക്കോട്ടുവയൽ, നജാത്ത് M മീനോത്ത്. വാർഡ് 21 കിടഞ്ഞി, സുജീറ ഹാരിസ്. വാർഡ് 22 ഈസ്റ്റ് കരിയാട്, ജിഷ P. കരടായി പ്രസിദ്ധീകരിച്ചതാണ്. വീണ്ടും 25/10 അതും ചെയ്തിട്ടുള്ള അന്തിമമായിട്ടുള്ളത്. നേരത്തെ അന്തിമം പ്രസിദ്ധീകരിച്ചു, വീണ്ടും വോട്ട് ചേർക്കാൻ അവസരം കൊടുത്തു. ഈ വോട്ട് ചേർക്കാൻ അവസരം കൊടുക്കുന്നതിനിടയിലാണ് ഈ വോട്ടർ പട്ടിക അട്ടിമറിക്കുമെന്ന ദുരുദ്ദേശമാണ് അതിൻ്റെ പിന്നിൽ. കാരണം ഒരുപാട് വോട്ടുകൾ അപ്പുറം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ വേണ്ടി ബൾക്ക് ട്രാൻസ്ഫർ ആക്കിയിട്ട് പരാതി കൊടുക്കുക. അത് സെക്രട്ടറിയും ഫീൽഡ് ഉദ്യോഗസ്ഥന്മാരും പോയി പരിശോധിക്കുക. അത് അതിരുകൾ പ്രകാരം മാറ്റേണ്ടതില്ല എന്ന് അവർ റിപ്പോർട്ട് എഴുതുക. പക്ഷെ നേരെ കളക്ടർക്കും JDക്കും പരാതി കൊടുക്കുക. JDൻ്റെ ആളുകൾ ഇവിടെ വരിക. JDൻ്റെ ആളുകൾ വന്ന് പരിശോധിച്ചിട്ട് അതിങ്ങനെയാണ് ചെയ്യേണ്ടത്, അത് മാറ്റേണ്ടതാണ്, അതിങ്ങനെ മാറ്റേണ്ടതാണ്. കുറേ വാർഡുകൾ. വാർത്താ സമ്മേളനത്തിൽ PPA സലാം, PK ഷാഹുൽ ഹമീദ്, V നാസർ, ഡോക്ടർ NA മുഹമ്മദ് റഫീഖ്, ബഷീർ ആവോലം എന്നിവർ പങ്കെടുത്തു. വിവിധ പ്രദേശങ്ങളിലെ നമ്മുടെ ഒരു പ്രോഗ്രസ് കാർഡ് തയ്യാറാക്കുന്നതിൻ്റെ ഭാഗമായി സന്ദർശിച്ചപ്പോൾ ജനങ്ങൾ പൂർണ്ണ സംതൃപ്തരാണെന്ന് അവരുടെ പ്രതികരണം നിന്ന് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഭാവിയിൽ പുതിയ വികസന ഒരു സമീപനവുമായിട്ടാണ്, അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ നഗരസഭയുടെ കാര്യാലയത്തിന് തറക്കല്ലിട്ടുകൊണ്ട് ഏറ്റവും സുസജ്ജമായ രീതിയിലുള്ളൊരു നഗരസഭ കെട്ടിടം, നഗരസഭയുടെ ആസ്ഥാനം ഈ നഗരസഭയിലെ മുഴുവൻ ജനങ്ങൾക്കും വളരെ സൗകര്യപ്രദമായ രീതിയിൽ വരാനും അവരുടെ കാര്യങ്ങളൊക്കെ നടത്താനൊക്കെ ഉള്ള ഏറ്റവും സുസജ്ജമായ രീതിയിലുള്ളൊരു
നഗരസഭാ കെട്ടിടം വരാനിരിക്കുന്ന ഭരണസമിതിയിൽ, ഐക്യജനാധിപത്യ മുന്നണിയുടെ ഭരണസമിതിയിൽ അത് ഏറ്റവും കുറഞ്ഞ കാലാവധിക്കുള്ളിൽ തന്നെ അത് പണി പൂർത്തിയാക്കി ഉദ്ഘാടനം ചെയ്യപ്പെടും. UDF തൃപ്പങ്ങോട്ടൂർ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ കല്ലിക്കണ്ടിയിൽ നടന്നു. ഷാഫി പറമ്പിൽ MP ഉദ്ഘാടനം ചെയ്തു. UDF തൃപ്പങ്ങോട്ടൂർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ കല്ലിക്കണ്ടിയിൽ നടന്നു. ഷാഫി പറമ്പിൽ MP ഉദ്ഘാടനം ചെയ്തു. ഇന്ന് തന്നെ ഇപ്പൊ നമ്മൾ കണ്ടു, പത്രങ്ങളിൽ വായിക്കേണ്ടി വന്നു, ഒരു ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്തതിന്റെ വാർത്ത. ഒരു ചെറുപ്പക്കാരൻ BLO ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ജോലിഭാരം, അമിതമായ ജോലിഭാരത്തിന്റെ പേരിൽ ജീവനൊടുക്കേണ്ടി വന്നു. എന്നാൽ അമിതമായ ജോലിഭാരത്തിന്റെ പേരിൽ മാത്രമല്ല, BLA-മാരെ ഒപ്പം കൂടെ കൂട്ടണമെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം പാലിച്ച് UDF-കാരായ BLA വിവരമറിയിച്ച് വീടുകളിലേക്ക് പോകുമ്പോൾ, LDF-നെയും BJP-യെയും അറിയിച്ച് വീടുകളിലേക്ക് പോകുമ്പോൾ UDF-നെ അറിയിച്ചു എന്നുള്ളതിന്റെ പേരിൽ വേറൊരു പാർട്ടിയുടെ CPM-ന്റെ BLA വിളിച്ച് ഭീഷണിപ്പെടുത്തി അതിന്റെ സമ്മർദ്ദം താങ്ങാൻ കഴിയുന്നില്ല എന്ന് നമ്മുടെ സഹപ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകളോട് പറഞ്ഞതിന്റെ ഓഡിയോ വരെ പുറത്തു വന്നിരിക്കുകയാണ്. അപ്പൊ അധികാരം, സംസ്ഥാന അധികാരം അവരെ ഏൽപ്പിച്ചപ്പോൾ അവരുടെ സാധാരണ പ്രവർത്തകർ പോലും ആഗ്രഹിച്ചതിന് വിരുദ്ധമായി അഹങ്കാരത്തിന്റെ രൂപമായി മാറിയ ഭരണകൂടം, അതിന്റെ നേതൃത്വം, അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനും നേതൃത്വം കൊടുക്കുന്ന ആളുകൾ, അഴിമതി എല്ലാം കടന്ന് എല്ലാ അതിരുകളും ലംഘിച്ച് അവസാനം ശബരിമല അയ്യപ്പന് പോലും സ്വസ്ഥതയില്ലാത്ത തരത്തിലേക്ക്, രക്ഷയില്ലാത്ത തരത്തിലേക്ക് വളർന്ന അഴിമതി. UDF-ന്റെ 19 വാർഡിലെ സ്ഥാനാർത്ഥികളും ബ്ലോക്ക് ജില്ലാ സ്ഥാനാർത്ഥികളും നേതാക്കളും പ്രവർത്തകരും കല്ലിക്കണ്ടി ടൗണിൽ റാലി നടത്തി. നേതാക്കളായ PK അബ്ദുള്ള, KP സാജു, കാട്ടൂർ മഹമ്മൂദ്, P കൃഷ്ണൻ, പാലേരി അബ്ദുള്ള, V വിപിൻ, സജീവൻ ഇടവന തുടങ്ങി UDF-ന്റെ പ്രമുഖ നേതാക്കൾ പങ്കെടുത്തു. 19 വാർഡുകളിലെ സ്ഥാനാർത്ഥികൾ, ജില്ലാ ബ്ലോക്ക് സ്ഥാനാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു. പാലേരി അബ്ദുള്ള അധ്യക്ഷനായി. P കൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. തലശ്ശേരി മുനിസിപ്പൽ കൗൺസിലിലേക്ക് മത്സരിക്കുന്ന മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികൾ വരണാധികാരികൾ മുമ്പാകെ പത്രിക സമർപ്പിച്ചു. ശിഹാബ് തങ്ങൾ സൗദത്തിൽ നിന്ന് ആരംഭിച്ച 100 കണക്കിന് വരുന്ന പ്രവർത്തകരോടൊന്നിച്ച് പ്രകടനമായാണ് പത്രിക സമർപ്പിക്കാനെത്തിയത്. ശിഹാബ് തങ്ങൾ സൗദത്തിൽ നിന്നും പ്രകടനമായി എത്തിയാണ് പത്രിക സമർപ്പിച്ചത്. പത്രികാ സമർപ്പണത്തിന് അഡ്വക്കേറ്റ് KN ലത്തീഫ്, AK ആബൂട്ടി ഹാജി, N മുഹമ്മദ്, CKP മമ്മു, KC അഹമ്മദ് എന്നിവർ നേതൃത്വം നൽകി. പ്രകടനത്തിന് ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KN ലത്തീഫ്, മണ്ഡലം പ്രസിഡന്റ് AK ആബൂട്ടി ഹാജി, പ്രവാസി ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് KC അഹമ്മദ്, N മുഹമ്മദ്, CKP മമ്മു, N മൂസ, ബഷീർ ചെറിയാണ്ടി, റഷീദ് കരിയാട്, സാഹിർ പാലക്കൽ, ആര്യ ഹുസൈൻ, അൻവർ അഹമ്മദ് ചെറുവക്കര, മുനവർ അഹമ്മദ്, AK സക്കരിയ, V ജലീൽ, TK ജമാൽ, KC ഷബീർ, മഹ്റൂഫ് ആലഞ്ചേരി, തസ്ലീം ചേറ്റങ്കുന്ന്, റഷീദ് തലായി, തഫ്ലീം മാണിയാട്ട്, റമീസ് നരസിംഹ എന്നിവർ നേതൃത്വം നൽകി. കേരള സംസ്ഥാന ഫാർമസി കൗൺസിലും സംഘടനകളും സംയുക്തമായി സംഘടിപ്പിക്കുന്ന 64ാമത് ദേശീയ ഫാർമസി വാരാഘോഷം കണ്ണൂർ ജവഹർ ഓഡിറ്റോറിയത്തിൽ നടന്നു. ഫാർമസി കൗൺസിൽ പ്രസിഡന്റ് OC നവീൻ ചന്ദ് ഉദ്ഘാടനം ചെയ്തു. ഫാർമസിസ്റ്റുമാർ നമുക്കറിയാം, ഈ ആരോഗ്യ രംഗത്ത്, ആരോഗ്യ പരിപാലന രംഗത്ത് ഏറ്റവും മികച്ച പ്രവർത്തകരാണ്. നമുക്കറിയാം, ഡോക്ടർ രോഗിക്കിടയിലുള്ള അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ണിയായി പ്രവർത്തിക്കുന്നവരാണ് ഫാർമസിസ്റ്റുമാർ. രോഗം കണ്ടുപിടിക്കുന്നതിൻ്റെ അതേ പ്രാധാന്യമുണ്ട് മരുന്ന് കഴിക്കുക എന്നുള്ളത്. എല്ലാ രോഗങ്ങളും കണ്ടെത്തിയതിന് ശേഷം അത് കൃത്യമായ രീതിയിൽ മരുന്ന് കഴിച്ചില്ലെങ്കിൽ നമുക്കറിയാം അസുഖം മാറാൻ പോകുന്നില്ല, അല്ലെ അതിനെ നിയന്ത്രിക്കാൻ കഴിയില്ല എന്നുള്ളത്. അപ്പോൾ ഇതിനു വേണ്ടി പ്രവർത്തിക്കേണ്ട വിഭാഗം ആരാണ് ഫാർമസിസ്റ്റ് എന്ന് ചോദിച്ചാൽ മരുന്നിനെക്കുറിച്ച് ആധികാരികമായി പഠിച്ചവരാണ്. അപ്പോൾ ഫാർമസിസ്റ്റിന് മാത്രമേ മരുന്നിനെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും, പേഷ്യൻ്റ് കൗൺസിലിംഗ് എന്നുള്ള നിലയിൽ നമ്മൾ ഏറ്റവും അടിത്തട്ടിൽ പ്രവർത്തിക്കുന്ന കമ്മ്യൂണിറ്റി ഫാർമസികളിലും അല്ലെങ്കിൽ ഒരു ക്ലിനിക്കൽ ഫാർമസിസ്റ്റ് എന്നുള്ള നിലയിലും നമുക്ക് പ്രവർത്തിക്കാൻ കഴിയുള്ളൂ.
KPPA സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി പ്രസൂൺ ബാബു അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് ഡ്രഗ് കൺട്രോളർ KV സുധീഷ് മുഖ്യ പ്രഭാഷണം നടത്തി. റോൾ ഓഫ് ഫാർമസിസ്റ്റ് ഇൻ ഫാർമാക്കോ വിജിലൻസ് പ്രോഗ്രാം ഇൻ ഇന്ത്യ എന്ന വിഷയത്തിൽ ഡ്രഗ്സ് ഇൻസ്പെക്ടർ സോണിയ കൃഷ്ണനും, ഗുഡ് ഡിസ്പെൻസിംഗ് പ്രാക്ടീസ് എന്ന വിഷയത്തിൽ ക്രസന്റ് കോളേജ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസ് പഴയങ്ങാടിയിലെ പ്രൊഫസർ ഡോക്ടർ EP ധന്യരാജനും ക്ലാസുകളെടുത്തു. ബെസ്റ്റ് ഫാർമസിസ്റ്റ് അവാർഡ് നേടിയ കണ്ണൂർ മിംസ് ആശുപത്രിയിലെ TCG, ബെസ്റ്റ് ഡ്രഗ് എൻഫോഴ്സ്മെന്റ് ഓഫീസർ അവാർഡ് നേടിയ KV സുധീഷ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ഡോക്ടർ റോബിൻ ജോസ്, ഡോക്ടർ സുജിത് S നായർ, രഞ്ജിത്ത് വിജയകുമാർ ബ്ലാത്തൂർ, ദിവാകരൻ, അമൃത സംഗീത്, സലീം, വിജയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കലാപരിപാടികളും അരങ്ങേറി. പന്ന്യന്നൂർ പഞ്ചായത്തിലേക്കുള്ള UDF സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചു. ഒന്നാംഘട്ട പത്രികാ സമർപ്പണമാണ് നടന്നത്. 1-ാം വാർഡിലെ UDF സ്ഥാനാർത്ഥി മുഹമ്മദ് റഫീഖ് പാറയിൽ, 2-ാം വാർഡിലെ VP നസീറ ബഷീർ, 5-ാം വാർഡിലെ റുക്സാന അലി, 8-ാം വാർഡിലെ ലത്തീഫ് സഫ എന്നിവരാണ് ആദ്യഘട്ടത്തിൽ പത്രിക സമർപ്പിച്ചത്. വരണാധികാരിയായ തലശ്ശേരി കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ മുമ്പാകെയാണ് പത്രികകൾ നൽകിയത്. കോൺഗ്രസ് നേതാക്കളായ K ശശിധരൻ, TP പ്രേമനാഥൻ, K ഭാർഗവൻ മാസ്റ്റർ, പവിത്രൻ ചമ്പാട്, സരീഷ് കുമാർ മാക്കുനി, മുസ്ലിം ലീഗ് നേതാക്കളായ PK ഹനീഫ, കാവിൽ മുഹമ്മദ്, റഹീം ചമ്പാട്, കട്ടിയാൽ അബ്ദുറഹ്മാൻ, നിങ്കിലേരി മുസ്തഫ, OK അലി, PV സുലൈമാൻ, PP റഫ്നാസ് തുടങ്ങിയവർ സംബന്ധിച്ചു. പള്ളൂർ ഇലട്ടപ്പിരാക്കുൾ ഗ്രാമസേവാ ചാരിറ്റബിൾ ട്രസ്റ്റും ഉള്ളിയേരി മലബാർ മെഡിക്കൽ കോളേജും സംയുക്തമായി സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. 2025 നവംബർ 22 ശനിയാഴ്ച രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ പള്ളൂർ ആലി ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളിലാണ് ക്യാമ്പ് നടക്കുക. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. PK In-Store Chokli Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. Bobby Chamanur International Jeweler. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. വാർത്തകൾ തുടരുന്നു.
പിണറായി ഗ്രാമപഞ്ചായത്ത് LDF സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. പിണറായി ടൗണിൽ പ്രകടനമായി എത്തിയാണ് പത്രിക സമർപ്പിച്ചത്. പിണറായി പഞ്ചായത്ത് LDF സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം CN ചന്ദ്രൻ, LDF പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി KK രാജീവൻ, പ്രസിഡന്റ് CN ഗംഗാധരൻ, M മഹേഷ് കുമാർ, കക്കൂത്ത് രാജൻ, V ലീല, AP മോഹനൻ, T സുധീർ, A പ്രഭാകരൻ, K പ്രസാദൻ തുടങ്ങിയവർ പത്രികാ സമർപ്പണത്തിനു മുൻപ് നടന്ന പ്രകടനത്തിന് നേതൃത്വം നൽകി. പാനൂർ നഗരസഭ വാർഡ് 17 ചെറുപുല്ലൂക്കരയിലെ ജനകീയ കൗൺസിലർ ഉമൈസ തിരുവമ്പാടിക്ക് മുസ്ലിം ലീഗ് വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദനം നൽകി. മുസ്ലിം ലീഗ് കൂത്തുപറമ്പ് മണ്ഡലം പ്രസിഡന്റ് PPA സലാം ഉദ്ഘാടനം ചെയ്തു. പാനൂർ നഗരസഭ വാർഡ് 17 ചെറുപുല്ലൂക്കരയിലെ ജനകീയ കൗൺസിലർ ഉമൈസ തിരുവമ്പാടിക്ക് മുസ്ലിം ലീഗ് വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദനം നൽകി. മുസ്ലിം ലീഗ് കൂത്തുപറമ്പ് മണ്ഡലം പ്രസിഡന്റ് PPA സലാം ഉദ്ഘാടനം ചെയ്തു. സൂപ്പി അവയാട്ട് അധ്യക്ഷനായി. നാദാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VV മുഹമ്മദ് അലി മുഖ്യാതിഥിയായി. ഒരു കൗൺസിലർ എന്ന നിലക്ക് ഒരു ചെയർപേഴ്സൺ എന്ന നിലക്ക് നമ്മൾ ആവശ്യപ്പെടുന്ന ഈ പറഞ്ഞ ഇക്കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാൻ പറ്റുമോ? പക്ഷേ ആവശ്യം പറയുന്ന ആളുകളുടെ മനസ്സിന് പരിപൂർണമായ മറുപടിയും സംതൃപ്തിയും നൽകാൻ ഒരാൾക്ക് കഴിയുക എന്നുള്ളതാണ് പ്രവർത്തനത്തിന്റെ മികവ്. അത് നൽകി അങ്ങനെ നൽകുന്നതിൽ അവർ വിജയിച്ചു എന്നുള്ളതാണ് പ്രിയപ്പെട്ട ഉമൈസ തിരുവമ്പാടിയുടെ വിജയം എന്നുള്ളത് വളരെ അഭിമാനത്തോടെയും സന്തോഷത്തോടെയും നമുക്ക് പറയാൻ കഴിയും. അതുകൊണ്ടാണ് നിങ്ങൾ വീണ്ടും ഈ വാർഡിൽ തന്നെ അവരെ ആണായിട്ടും നിങ്ങൾ കണ്ടെത്തുന്നത്. ഞാൻ വളരെയധികം അഭിനന്ദിക്കുകയാണ്. അഭിമാനത്തോടുകൂടി സന്തോഷത്തോടുകൂടി അവരെ ഈ ആദരവ് ചടങ്ങിൽ പങ്കെടുത്തതിനെ കാണുകയാണ്. ഒരു തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നമ്മളോട് ചിലർ പറയും അത്ര വലിയ ഇതൊന്നും നമ്മൾ നോക്കണ്ട, ഇപ്രാവശ്യം നമുക്കൊരു മാറ്റം വേണം. ഈ മാറ്റം വേണം എന്ന് പറയുമ്പോൾ എന്തിനായി മാറുന്നത് എന്നുള്ളത് നമ്മളൊന്ന് ആലോചിക്കണം. ഇവിടെ 5 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവന്നു. നേരത്തെ ചെയർമാൻ പറഞ്ഞു, നമ്മുടെ വാർഡിലെ നമ്മുടെ മുനിസിപ്പാലിറ്റിയിലെ എല്ലാ വിഷയങ്ങളിലും കേരളത്തിൽ തന്നെ മാതൃകാപരമായ ഒട്ടേറെ പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവസാനമായിട്ട് പറഞ്ഞത് ഞാൻ വളരെയധികം നല്ല ഒരു പദ്ധതിയായിട്ട് കാണുകയാണ്. നമ്മുടെ പെൺകുട്ടികൾ എന്തെല്ലാം മാനസിക സംഘർഷത്തിലൂടെയാണ് കടന്നുപോകുന്നത്. പാനൂർ നഗരസഭാ ചെയർമാൻ KP ഹാഷിം, ആവോലം ബഷീർ, അൻസാർ അണിയാരം, നെഹ്ല ബഷീർ, വേണുഗോപാൽ, സമദ് അവയാട്ട്, CK ബഷീർ, ഫിറോസ് ആലിയാട്ട്, സിദ്ദീഖ് എന്നിവർ സംസാരിച്ചു. ഫാറൂഖ് പാലോർത്ത് സ്വാഗതവും ഉമൈസ തിരുവമ്പാടി നന്ദിയും പറഞ്ഞു. നഗരസഭാ ചെയർമാൻ KP ഹാഷിമിനെയും സമീപ വാർഡുകളിലെ കൗൺസിലർമാരെയും ചടങ്ങിൽ അനുമോദിച്ചു. അഞ്ചു വർഷം കൊണ്ട് 5 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് വാർഡിൽ നടത്തിയത്. ഷെബി ചൌഗട്ട് സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ ചിത്രം വേറെ ഒരു കേസിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി പുറത്തിറക്കി. ഏറെ പ്രത്യേകതകൾ നിറഞ്ഞ ഒരു എക്സ്പെരിമെന്റൽ ചിത്രമായാണ് വേറെ ഒരു കേസ് അണിയറയിൽ ഒരുങ്ങുന്നത്. ഷെബി ചൌഗട്ട് സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ ചിത്രം വേറെ ഒരു കേസിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി പുറത്തിറക്കി. നിർമ്മാതാവ് ഫലം നൽകും എന്റെ ആശംസകൾ. പ്രത്യേകിച്ച് ഇത്തരം സിനിമകൾ എടുക്കുന്നതിന് വേണ്ടിയൊന്നും നിർമ്മാതാക്കൾ വളരെ ചുരുക്കം പേർ മാത്രമേ വരാറുണ്ട്. അവരെല്ലാം പ്രൊഫഷണൽ സിനിമകൾ എന്ന് അറിയപ്പെടുന്ന ലാഭം മാത്രം കണ്ടുകൊണ്ടുള്ള സിനിമകൾ എടുക്കുന്നതിന് വേണ്ടിയാണ് വരുന്നത്. പക്ഷേ ഇതിന്റെ നിർമ്മാതാവ് ലാഭനഷ്ടം നോക്കാതെ രംഗത്ത് വന്നതിന് അദ്ദേഹത്തിന് നല്ല അഭിനന്ദനങ്ങളും നല്ല കൈവരികളും ഉണ്ടായിരുന്നു. ഒരു എക്സ്പെരിമെന്റൽ ചിത്രമായാണ് വേറെ ഒരു കേസ് അണിയറയിൽ ഒരുങ്ങുന്നത്. വിജയ് നെല്ലീസ്, അലൻസിയർ, ബിന്നി സെബാസ്റ്റ്യൻ എന്നിവർ പ്രധാന വേഷങ്ങളിൽ എത്തുന്നു. കുറച്ചു കാലത്തിന് ശേഷം അലൻസിയർ ശക്തമായ കഥാപാത്രവുമായി എത്തുന്നു എന്ന പ്രത്യേകതയും ചിത്രത്തിനുണ്ട്. ഗുരുവായൂരിലെ ബാസുരി ഇന്നിന്റെ ഉടമസ്ഥൻ ഫുബാദ് പനങ്ങായ് ആണ് വേറെ ഒരു കേസ് നിർമ്മിക്കുന്നത്. സുധീർ ബദർ, ലതീഷ്, സെന്തിൽകുമാർ എന്നിവരാണ് ചിത്രത്തിന്റെ കോ പ്രൊഡ്യൂസേഴ്സ്. വേറെ ഒരു കേസ് എന്ന സാമൂഹ്യ പ്രസക്തിയുള്ള സിനിമ സംവിധാനം ചെയ്യാൻ കഴിഞ്ഞതിൽ വളരെയധികം അഭിമാനമുണ്ട്. സ്ത്രീകൾ നേരിടുന്ന ആക്രമണങ്ങളെക്കുറിച്ച് കുറച്ച് റിയലിസ്റ്റിക് ആയിട്ട് അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്.
ഇതിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വിദ്യാഭ്യാസ മന്ത്രി ശ്രീ ശിവൻകുട്ടി സാറിൻ്റെ ഫേസ്ബുക്കിൽ പേജിലൂടെയാണ് അവതരിപ്പിക്കുന്നത്. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും ടീമിനും വളരെയധികം സന്തോഷമുണ്ട്. പൂർണ്ണമായും ഒരു സർക്കിൾ ഇൻസ്പെക്ടറുടെ റൂമിൽ നടക്കുന്ന ചിത്രത്തിന് വേണ്ടി 60 ലക്ഷം രൂപ മുടക്കി പോലീസ് സ്റ്റേഷന്റെ സെറ്റ് അണിയറ പ്രവർത്തകർ ഒരുക്കുകയായിരുന്നു. ഷെബി ചൌക്കട്ടിന്റെ കഥയ്ക്ക് ഹരീഷ് VS തിരക്കഥയും സംഭാഷണങ്ങളും രചിച്ചു. ടൂറിസ്റ്റ് ഹോം പോലെയുള്ള പരീക്ഷണ ചിത്രങ്ങളും കാക്കിപ്പട പോലെയുള്ള സാമൂഹിക പ്രസക്തിയുള്ള ചിത്രങ്ങളും പ്രേക്ഷകർക്ക് സമ്മാനിച്ച ഷെബി ചൌക്കട്ടിന്റെ മറ്റൊരു മികച്ച ചിത്രമാവും വേറെ ഒരു കേസ് എന്ന പ്രതീക്ഷയിലാണ് പ്രേക്ഷകർ. ഒപ്പനയിൽ മിന്നും വിജയതിലകവുമായി വീണ്ടും തലശ്ശേരി സേക്രഡ് ഹാർട്ട് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ. തുടർച്ചയായി ജില്ലയിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയിരുന്ന സേക്രഡ് ഹാർട്ട് ഇത്തവണയും പതിവ് തെറ്റിക്കാതെ 1ാം സ്ഥാനം കരസ്ഥമാക്കി. ഒപ്പനയിൽ മിന്നും വിജയത്തിളക്കവുമായി സേക്രഡ് ഹാർട്ട് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ തുടർച്ചയായാണ് ജില്ലയിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത്. നൃത്താധ്യാപകൻ മുനീർ തലശ്ശേരിയുടെ ശിക്ഷണത്തിലാണ് ഒപ്പന അഭ്യസിക്കുന്നത്. 17 ടീമുകളാണ് ജില്ലയിൽ മത്സരിച്ചത്. വൈവിധ്യമാർന്ന അറേബ്യൻ രുചികൾ ആസ്വദിക്കാൻ ഫുഡ്ബി ആൻഡ് ചിക്ബി റെസ്റ്റോറന്റ് അരിയാക്കുൾ കുറിച്ചിക്കരയിൽ പ്രവർത്തനം ആരംഭിച്ചു. യുവദീപ്തി കോർണറിൽ SA കോംപ്ലക്സിലാണ് വിശാലമായ സൗകര്യങ്ങളോടെ ഫുഡ്ബി ആൻഡ് ചിക്ബി ആരംഭിച്ചത്. KT നഫീസ, TP കമല, OK മറിയം, NP നസീമ, E സുബൈദ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. വിവിധ തരം മന്തികൾ, അൽഫാം, ഷവായ, കൊത്തുപൊറോട്ട, വെജിറ്റബിൾ, ഫ്രൈഡ് റൈസ്, നൂഡിൽസ്, ചിക്കൻ, ഫുഡ്ബി സ്പെഷ്യൽ, ഹോട്ട് ബീവറേജ്, ഹെൽത്തി ജ്യൂസ്, ഷേക്സ് എന്നിവ ഫുഡ്ബി ആൻഡ് ചിക്ബിയിൽ ലഭ്യമാണ്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് 10 പീസ് ഫ്രൈഡ് ചിക്കൻ, കോള എന്നിവ 450 രൂപയ്ക്കും, മസാല ഷവായ, കുബൂസ്, കോള എന്നിവ 450 രൂപയ്ക്കും, ഫുൾ അൽഫാം, 10 പൊറോട്ട, കോള എന്നിവ 500 രൂപയ്ക്കും, ഫുൾ കുഴിമന്തി 600 രൂപയ്ക്കും ലഭിക്കും. 21 വരെയാണ് ഈ ഓഫർ ലഭിക്കുകയെന്ന് പാർട്ട്ണർമാരായ നമീർ നാമത്ത്, ഇർഷാദ് ഇടവലത്ത്, TP റെനിൽ, OK മുസഫിർ, KT ശക്കരി എന്നിവർ അറിയിച്ചു.
പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. BLO അനീഷ് ജോർജിന്റെ ആത്മഹത്യയ്ക്ക് കാരണം CPM-ന്റെ ഭീഷണിയാണെന്ന് BJP കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് KK വിനോദ് കുമാർ. പ്രദേശത്ത് താമസമില്ലാത്തവരെ ഉൾപ്പെടുത്തി ഫോം പൂരിപ്പിച്ചു നൽകാൻ അനീഷിന് ഭീഷണിയുണ്ടായിരുന്നെന്നും BJP. തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിലെ 15 ഡിവിഷനുകളിലേക്ക് മത്സരിക്കുന്ന LDF സ്ഥാനാർത്ഥികൾ പത്രിക നൽകിയത് ജില്ലാ രജിസ്ട്രാർ മുമ്പാകെ. ലോഗൻസ് റോഡിന് പിറകെ അനുബന്ധ റോഡായ AVK നായർ റോഡും ഉയർത്തിപ്പണിയുന്നു. പ്രവൃത്തി ഘട്ടം ഘട്ടമായി. പാനൂർ നഗരസഭയിൽ മുസ്ലിം ലീഗ് 23 സീറ്റുകളിൽ മത്സരിക്കും. 2 സീറ്റ് സ്വതന്ത്രർക്ക്. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.